തെറ്റിലേക്ക് പോകുന്നവർക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് തിന്മയുടെ വക്താക്കളായി കഴിഞ്ഞുകൂടുന്ന വിഭാഗങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പരലോക വിശ്വാസത്തിന്റെ തത്വങ്ങളെ ആ മതത്തിന്റെ അനുയായികൾക്ക് മുന്നിൽ വിളമ്പിക്കൊടുത്തുകൊണ്ട് ഒരു സ്വർഗവും ഒരു നരകവും ഒക്കെ പറഞ്ഞ് മനസ്സിന്റെ അകത്തേക്ക് ഭയമിട്ടുകൊടുത്തുകൊണ്ടാണ് പലരും തെറ്റുകളിൽ നിന്ന് അണികളെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ അങ്ങനെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രമല്ല വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 23 വർഷക്കാലത്തെ സഹകരണം കൊണ്ട് സമ്മാനമായി കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ പരലോക വിശ്വാസവും നരകവും സ്വർഗവുമെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് നിങ്ങളെ തെറ്റിൽ നിന്ന് ഒഴിവാക്കി നിങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങൾ തെറ്റിലേക്ക് പോയാൽ അള്ളാഹുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാം തകർന്നു പോകുമെന്ന് പേടിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു ജല്ല സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ ലോകത്ത് പടച്ചിട്ട് നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് സ്വർഗവും തിന്മ ചെയ്യുന്നവർക്ക് നരകവും നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ആ പ്രഖ്യാപനങ്ങൾ ലോകത്തറിയിക്കുവാൻ അള്ളാഹുവിന്റെ ആജ്ഞയുണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രണ്ട് മാർഗവും റഹ്മാനായ പടച്ചതമ്പുരാൻ നമുക്ക് തുറന്നു കാട്ടി തന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ നന്ദിയുള്ളവരായി സ്വർഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരായി നരകത്തിലേക്ക് പോകാം. അള്ളാഹു നമ്മെ നാരകീയമായ അദാബിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. സാധാരണ എല്ലാ മനുഷ്യരും പറയാറുണ്ട്, ചെറിയ ഒരു നന്മ ചെയ്താൽ പോലും അതിനു പകരം നമ്മളെല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാണ്. ചെറിയ ഒരു നന്മ, നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് ഒരു യാചകൻ വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, ഞാൻ പട്ടിണിയാണ്, എനിക്ക് വല്ലതും തരണമെന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോൾ ആ യാചകന്റെ കൈവെള്ളയിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുന്ന 2 രൂപയുടെ തുട്ടിന് പകരം പോലും അള്ളാഹുവിനോട് പടച്ചവനെ എനിക്ക് നീ സ്വർഗം തരണം, ഈ സ്വതക്കയ്ക്ക് പകരം സ്വർഗം തരണമെന്ന് മടികൂടാതെ ചോദിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എത്ര തെറ്റ് ചെയ്താലും രാത്രി കിടക്കാൻ നേരത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അതിനു പകരം അള്ളാഹുവിന്റെ സ്വർഗം ചോദിക്കാൻ മടിയില്ലാത്തവരാണ് ഞാനും നിങ്ങളും. എന്നാൽ അങ്ങനെയുള്ള നാം ചെറിയ തെറ്റിന് പകരമായി നരകം കിട്ടുമോ എന്നുള്ള പേടി നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നരകമെന്ന് പറയുന്നത് വലിയ വലിയ വട്ടിപ്പലിശക്കാർക്കും കള്ളുകൊടിയന്മാർക്കും പള്ളി പൊളിക്കുന്നവർക്കും ഖുർആൻ കത്തിക്കുന്നവർക്കും വ്യഭിചാരികൾക്കും ആഭാസന്മാർക്കു വേണ്ടിയും മാത്രമല്ല ഒരുക്കിയതാണ് എന്ന് കരുതിപ്പോയവരെ നമുക്ക് തെറ്റുപറ്റിപ്പോയി. കഴിഞ്ഞ വർഷം എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാനിവിടെ ഈ സദസ്സിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദ് ഈ സദസ്സിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ ഒരു ബൈത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. ഉച്ചകാരണമേ വീണൊരു പെണ്ണു തീയാറിൽ അതിനെ കെട്ടിയിട്ടവൾ പട്ടിണിക്കിട്ടന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. പൂച്ചകാരണമേ വീണൊരു പെണ്ണു തീയാറിൽ അതിനെ കെട്ടിയിട്ടവൾ പട്ടിണിക്കിട്ടന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ ഒരു പെണ്ണിന് അല്ലാഹു നരകം കൊടുത്തു അത്രേ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കി, ജീവിതത്തിന്റെ എല്ലാ ചെറിയ സമയങ്ങളിലും ഞാനും നിങ്ങളും വെറുതെ നെവർമെന്റായി തള്ളിക്കളയുന്ന പുറംകാടുകൊണ്ട് വലിച്ചെറിയുന്ന ചെറിയ തെറ്റുകളുണ്ടല്ലോ, അള്ളാഹു അത് ഏറ്റവും വലിയ വെറുപ്പോടുകൂടി കാണുന്ന സമയത്താണ് നാം ചെയ്യുന്നതെങ്കിൽ ആ ഒരു തെറ്റിന് പകരം പോലും നമ്മുടെ സർവ്വ അഅ്മാലുകളും പൊളിച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ധിക്കാരികളായ തെമ്മാടികളായ താന്തോടികളായ അധർമ്മ വിഭാഗത്തിന്റെ അധപ്പതനത്തിന്റെ പടുംകുടിയിലേക്ക് ആണ്ടുപോയിട്ട് പിശാചിനെ കൈയടിപ്പിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചുപോയ വിഭാഗത്തിന് റഹ്മാനായ പടച്ചതമ്പുരാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നരകം ലഭിക്കുമെന്നാണ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉന്നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇത്
സമീനാ വജബാ. ആ സമയത്തൊരു ഭയാനകരമായ ശബ്ദം ഞങ്ങൾ കേട്ടു. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഭയാനകരമായ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. അള്ളാന്റെ ഹബീബ് നോക്കുമ്പോ ആ ശബ്ദം കേട്ടുപോലെ ഞങ്ങളെല്ലാം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സഹാബികളാണ് ഞങ്ങളോട് ചോദിച്ചു, അതദറൂന മാ ഹാദാ, അതദറൂന മാ ഹാദാ. ഈ കേട്ട ശബ്ദം എന്താണെന്ന് സഹാബത്തെ നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു റസൂലു അലം, അല്ലാഹുവേ അവിടത്തേക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇത്രത്തോളം ഭയാനകരമായ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഭയന്ന് വിറച്ചു പോയതെന്ന് പൊന്നാര നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, ഹാദാ ഹജറുൻ റമാ ബിഹി ഫിന്നാർ. നരകത്തിന്റെ മുകൾത്തട്ടിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കല്ല്, അത് നരകത്തിന്റെ താഴെ എത്തിപ്പോറ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അന്തം വിട്ടന്താളിച്ചുകൊണ്ട് കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നിബിധങ്ങൾ പറഞ്ഞു, മുൻപ് സബീന ഖരീഫ, ഇന്നും ഇന്നലെയുമല്ല ആ കല്ല് താഴേക്ക് വന്നു തുടങ്ങിയിട്ട് 70,000 കൊല്ലങ്ങളായി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്കെത്താൻ 70,000 കൊല്ലം. അപ്പോ ആ നരകത്തിന്റെ ആഴം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, തീരെ ചെറുതായിരിക്കും അല്ലേ? 70,000 കൊല്ലം, 50 അടി താഴ്ചയുള്ള, 50 തൊടിയുള്ള, അല്ലെങ്കിൽ 50 കോലുള്ള, പല സൈസില കിണർ വെട്ടുന്നവര് പറയാം. അങ്ങനെ 50 മുഴമുള്ള അല്ലെങ്കിൽ 50 തൊടിയുള്ള ഒരു കിണറ്റിലേക്ക് മുകളിൽ നിന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കല്ലെടുത്തിട്ടാൽ എത്ര സെക്കൻഡ് കൊണ്ട് താഴെത്തി? നമ്മൾ ആലോചിച്ച് നോക്കി. മുകളിൽ നമ്മൾ കണ്ണെടുക്കുന്നതിന് മുമ്പ് താഴെത്തി. 100 തൊടിയാണെങ്കിലും ആലോചിച്ച് നോക്ക്, എത്ര വേഗത്തിലെത്തും? 70,000 കൊല്ലം കൊണ്ടാണ് ഒരു കല്ല് നരകത്തിന്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് സഞ്ചരിച്ച് തീർന്നത് എങ്കിൽ നരകം അത്ര വിശാലമാണ്. ചില സഹോദരിമാരൊക്കെ, തഴവയിലുള്ള സഹോദരിമാരൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഓ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ദുബായിൽ ഫെസ്റ്റിവലിനൊക്കെ കിടന്ന് ഉരുളുന്ന താത്തമാരെയൊക്കെ നരകത്തിൽ കൊണ്ടുപോയിട്ട് അവസാനം നരകമൊക്കെ നിറഞ്ഞു കവിയുമ്പോഴായിരിക്കും തഴവയിലുള്ള നമ്മളെ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കണം, നമ്മളെ അപ്പോഴായിരിക്കും ഉള്ള പിടിക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ മുകളിലാകുമ്പോ വലിയ ചൂടൊന്നും നമുക്ക് കേൾക്കൂല. ബിരിയാണിയുടെ മണ്ട കിടക്കണ അണ്ടിപ്പരിപ്പ് പോലെയുള്ളൂ. അത് നമുക്ക് വലിയ ചൂടൊന്നും കേൾക്കേണ്ടി വരില്ല. നമ്മൾ ഏറ്റവും അടിക്കിടക്കുന്നവർക്കാണ് ചൂട് കൂടുതൽ. അപ്പൊ മുകളിലാകുമ്പോ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നിൽക്കാം എന്ന ധാരണ വേണ്ട. എത്ര പേരെ നിങ്ങൾ നരകത്തിനകത്ത് അള്ളാഹു പടച്ച ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും അള്ളാഹു നരകത്തിലേക്ക് കിടത്തിയാലും ആ നരകം നാളെ അള്ളാഹുവിനോട് പറയുമെന്നാണ്, വിശക്കുന്നു അല്ലാ, എന്നെ പടച്ചവനെ, എന്റെ വയറ് നിറച്ചു തരൽ നിന്റെ ബാധ്യതയാണ് റബ്ബേ, ഇതുവരെ എന്റെ വയറ് നിറഞ്ഞിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊടുത്താലും നരകം അങ്ങനെ പറയും. പക്ഷെ ഇന്ന് നമുക്ക് നരകത്തെ പേടിയില്ല. കാരണം എന്താണെന്നറിയോ? നമ്മളൊക്കെ വലിയ പുരോഗമനമുള്ളവരായി മാറിപ്പോയി. പണ്ടത്തെ പോലെയുള്ള ആൾക്കാരല്ല. ഒരു ഉസ്താദ് പള്ളിയിൽ പ്രസംഗിച്ചു, ചന്ദ്രനെ അള്ളാഹുവിന്റെ റസൂല് 2 പിളർത്തി ഒട്ടിച്ചു മുകളിലേക്ക് വിട്ടു. ആ സമയത്ത് ജുമ കഴിഞ്ഞിട്ട് ഒരാള് ലാപ്ടോപ്പ് ഉസ്താദിനോട് പറയും, ഉസ്താദെ റൂമിൽ തന്നെ കാണുമല്ലോ. ഉസ്താദിനെ കാണും. വീട്ടിൽ പോയി ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്നിട്ട് നേരെ ഉസ്താദിന്റെ റൂമിലും സാർ ഇങ്ങോട്ട് നോക്കിയോളാം. ഉസ്താദ് വിചാരിച്ചു, അല്ലാഹുവേ എന്ത് കാണിക്കാൻ പോകണം റഹ്മാനെ. അങ്ങനെ ഉസ്താദ് കിതാബൊക്കെ മടക്കി വെച്ചു. അവന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കാം. സാർ ഇതാണ് ചന്ദ്രൻ, ഏകദേശം. ഉസ്താദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ചന്ദ്രന്റെ വിസ്തീർണം ഇത്രയാണ്. ഒരു ചന്ദ്രന്റെ ഒരു പകുതി വേണ്ട, ഒരു കഷണം ഈ ഭൂമിയിലേക്ക് വന്നു വീണാൽ എത്രയോ മൈലുകളോളം ഭൂമി കത്തിക്കരിഞ്ഞു പോകും. പിന്നെ ഒരു പച്ചില പോലും ഈ ഭൂമിയുടെ തൊലിക്ക് പുറത്ത് മുളച്ചു വരികയില്ല. അത്രത്തോളം ശക്തമാണ് ഒരു ചന്ദ്രന്റെ ഭാഗം അടർന്നു വീണാൽ. അതിനെ മുഹമ്മദ് നബി താഴെ കൊണ്ടുവന്ന് 2 പിളർത്തി ഒട്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെ പോലെയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ലേശം ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് മീങ്കച്ചവടക്കാരും, കുറച്ച് ഒട്ടുപാല് പറക്കാൻ പോണവരും, ടാപ്പിങ്ങിന് പോണവരും, വേറെ ജോലിയും കൂടി ഇല്ലാതെ നടക്കുന്ന കുറച്ച് ആൾക്കാർ